ഇവിടെ പണ്ട് ഇവിടെ നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നമ്മളിവിടെ തൂക്കാനൊക്കെയാണ് ആ മൂലയ്ക്ക് വന്ന് നിൽക്കുന്നത് ഇങ്ങനെ കഥയുണ്ടാക്കാനായിട്ട്. അപ്പൊ മൂലയ്ക്ക് വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേ നമ്മളിപ്പം മരുന്ന് കഴിക്കുമ്പോഴേ നമ്മൾ ഓടി അകത്ത് കയറും. പല നാടകങ്ങളിലും നടത്തിയതായിരുന്നു. നാടകം കുറെ നാടകം അല്ല എന്നിട്ട് ഞാൻ അയ്യോ അവൻ നമ്മുടെ അടുക്ക വന്ന് നിൽക്കുക ഭർത്താവിനെ ചമയാൻ വന്നതാ. അപ്പൊ പാതിരാത്രിക്ക് വഴി നടക്കുന്ന എന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തല്ലോ ചിലമ്മക്ക്. പാതിരാത്രിക്ക് വഴി 2 മണിക്ക് 1 മണിക്ക് 3 മണിക്കൊക്കെ നടന്നിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നതാണ് കഥ. ഓൺലൈൻ ഇരിക്കുന്ന എന്തുവാടാ ഓൺലൈൻ എന്ന് പറഞ്ഞോണ്ട് ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മള് വാട്സാപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്തോ ചാറ്റ് ചെയ്യുന്ന ഇതുണ്ട്. അതിനകത്ത് ഇരുന്ന് നീ ആരോടാ ചാറ്റ് ചെയ്യുന്നത് എന്നോടൊന്ന് വരുത്തി തീർക്കുമോ ഇങ്ങനെ പറഞ്ഞു മനസ്സിലായില്ലേ. അങ്ങനത്തെ ഇങ്ങനൊക്കെയാ ഉമ്മാരുടെ കഥകൾ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞില്ലേ സ്വാമി കമ്പി വഴിയായിട്ട് വന്നു തോന്നിയാസം തന്നെയല്ലയോ പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്വാമി ഇപ്പഴാ കമ്പി വഴിയായിട്ട് വന്നത് സ്വാമി അല്ലെ ഇവിടെ സ്വാമിക്ക് കമ്പി വഴിയായിട്ട് വരാനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? ഇവനെന്തോ പറയാൻ നമുക്ക് ഞാൻ അറിയാമോ താമസിച്ചോ? ഞങ്ങളുടെ ഇതില് പഠിച്ചതാണ് ലിറ്റിലും നീറിലും 3 ആമ്പിള ലതിക എന്ന് പറയുന്ന അവരുടെ അപ്പുറത്തുള്ളത്. അങ്ങനെ പഠിച്ചു പോയോ? എന്താ തിരിച്ചു പോവാണോ? എവിടെയാണോ പറ്റി വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ അങ്ങനെ പറഞ്ഞ കുട്ടമ്പരെ പഠിച്ചതിൽ ദയാനന്ദം മാമനെ അറിയില്ലേ? ഞങ്ങളൊക്കെ പറഞ്ഞ ഞാൻ വയസ്സായി ഓർമ്മയില്ല. അമ്മ ദയാനന്ദം മാമന് ഈ റെയിൽവേയിലൊക്കെ ജോലിയുള്ള ഒരു അനിയനുണ്ടല്ലോ ദയാനന്ദൻ എന്ന് പറയുന്ന ആളുടെ അനിയൻ റെയിൽവേ ജോലി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ എനിക്കിപ്പോ അറിയാം. എന്നൊക്കെ പറഞ്ഞ അറിയത്തില്ല ഇനിയിപ്പോ എങ്ങനെ അറിയുന്നുണ്ടോ ചേട്ടാ? ദയാനന്ദനൊക്കെ പറയുന്ന ആരാണെങ്കിലും ഓർക്കുന്നില്ല. ലതിക എന്ന് പറയുന്ന അപ്പുറത്തെ വീട് അറിയത്തില്ലോ? പണ്ട് ഈ നിർമ്മിതി വീട് പോലെ ഇരുന്ന വീട് നിർമ്മിതി വീട് പോലെ പണിഞ്ഞൊരു വീട് അറിയത്തില്ല? ആ വീട്ടിലെയാ കുട്ടമ്പരെ പഠിച്ചതില്ല. കുട്ടമ്പരയുടെ ഒരാളുണ്ടല്ലോ അതിന്റെ പണിക്ക് പിരിക്കല്. അപ്പൊ 2-3 വീടുണ്ട് അവിടെ കൂടെ. എത്രയോ വീടുകളുണ്ട് അവിടെ ഇവിടെ എല്ലാവരും ഒരു ചീത്തവിളി ഇല്ല. അത് മാത്രമല്ല ചീത്തവിളിയും വസ്തു പിടിച്ചു പറിക്കാനും അതിനും നടക്കണം. 5 കോടി അവൻ തരാനുണ്ടോ? ഇതിന് 27 സെന്റ് ഇതിന് 5 കോടിയാണ് ചോദിക്കുന്നത്. അവൻ തരാനുണ്ടോ? അതിന് 3 കോടി കൊണ്ട് ഉണ്ടാക്കാനുണ്ട്. 3 കോടി അയ്യോ പിന്നെ ഞാനതല്ലേ പറഞ്ഞു. എനിക്ക് ഇല്ലമ്മയോടെല്ലാം പറഞ്ഞു പറമ്പിക്കാവിലെ ഒന്നും വിൽക്കേണ്ട കാര്യമില്ല. മാമൻ തന്നെ പറഞ്ഞല്ലോ അവിടുത്തെ അത് വിറ്റാ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ളതുണ്ട്. അവർക്കറിയാം. പലിശ കൊണ്ട് ഇരുന്ന് കഴിക്കാനുള്ളതുണ്ട്. എന്തോ വിചാരിക്കുന്നേ? ഉപ്പിനും വലിയ ഇതൊന്നും വേണമെന്നില്ല. വല്ല 2 ചപ്പാത്തി ഒരു കറി ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ അറിയുന്നത് ഒരു ദോഷവും ഒന്നും. 2 ചപ്പാത്തിയിലേ ഒരു കറിയും ഉണ്ടെങ്കിൽ ഉപ്പും ഞങ്ങൾ കഴിക്കും. അല്ലാതെ 5 കറിയും 5 കറിയും ഒന്നും വേണ്ട. എല്ലായിടത്തെ പോലെ 100 രൂപ 2 ദിവസം 2 അല്ല 3 ദിവസം പോകും. പച്ചക്കറി 300 രൂപയുടെ പച്ചക്കറിയും ഇച്ചിരി കുളമ്പൊടിയും പോരായോ. വലിയ ഇതൊന്നും വേണ്ട. ഞങ്ങൾക്കറിയാം പച്ചക്കറി നടാൻ. കഴിയുന്നുണ്ടല്ലോ എന്നീതിനെല്ലാം ഒന്ന് വെള്ളമില്ല. എല്ലാം പാടുക നോക്കി ചെറിയ എല്ലാം പാടുന്നു. നല്ല പയറാണല്ലോ. നല്ല പയറുണ്ടാവും. അത് അല്ലാതെ കണ്ടില്ലേ? ചെടി അങ്ങോട്ട് എനിക്ക് ഞാൻ നടക്കാൻ വയ്യാത്തോണ്ട് എനിക്ക് ആരോടും പറയേണ്ട കാര്യം. അമ്മ മാവിന് ഒഴിക്കുവാ ചേട്ടാ. 10 തുള്ളി വീഴാൻ മതിയോ മാവിന്? നമ്മളെ പേടിപ്പിക്കാൻ തന്നെ നമുക്ക്.
ആൾക്കാരും കൂടി ഒന്ന് കൃത്യം വൃത്തിയുണ്ട് ഇത് രണ്ടും ഇതായിട്ട് ഒരു ബ്രാൻഡും പേര് ഇവിടെ ഇങ്ങനെയാണ് റബ്ബർ ബാൻഡ് ഇപ്പാണ്ട് അങ്ങനെ കിടന്നാൽ ഇവിടോട്ടിങ്ങനെ അടിക്കുക ഇവിടോട്ടിങ്ങനെ അടിക്കുക ഒരു ഒഴിവില്ല എന്തോ ഒഴിവ് ഇതുകൊണ്ടിരിക്കുക ഓമയൊക്കെ നമ്മൾ ചെയ്തില്ലേ അത് വേണ്ടതെല്ലാം ഇങ്ങോട്ട് കിടക്കും അവിടെ ചൂട് മാറിയ വേറെ പുറത്തായിരുന്നു കിടക്കുന്നത് ഇവിടെ എല്ലാം പുറത്തോട്ടാണ് അത് വലിയൊരു തോട്ടി കിട്ടിയൊരു പറ്റി തോട്ടിയില്ലല്ലോ തോട്ടി ഉണ്ടാക്കണം പിന്നെ അവിടെ തോട്ടിയൊക്കെ ഉണ്ടാക്കണം ഇവിടെ തോട്ടിയൊക്കെ പോകത്തില്ല തോട്ടിയൊന്നും പോകത്തില്ല തോട്ടിയാണ് കൊണ്ടുപോകുന്നത് തോട്ടിയല്ല അതുപോലെ നീളമുള്ള കമ്പ് അതുപോലെ നീളമുള്ള കമ്പൊക്കെ കൊണ്ടുപോകും വീട്ടിലെ ബോട്ടിയാണ് അമ്മ അവിടുന്ന് വന്നപ്പോ അമ്മയുടെ മുഖത്തൊരു രക്തമയമില്ലായിരുന്നു അയ്യോ അതേസമയം ഇവിടെ വന്നപ്പോ അമ്മയുടെ മുഖത്ത് ആ കണ്ണിനൊക്കെ ചുമപ്പ് വന്നു എന്താ കാര്യം ശരി ഇപ്പൊ വേണ്ട എന്തോന്നാമത്തെ കാര്യം ശരി കണ്ണു നോക്കുമ്പോ സമയത്ത് ചായയും എല്ലാം വീഴരുത് ചോറും കറിയെല്ലാം മേശപ്പുറത്ത് ചീനി കഴിക്കണം ഇതൊക്കെ കാരി പിടിച്ച പശം മറ്റേ മുക്കിയാണോ പച്ചക്ക് മുക്കിയില്ലയോ അല്ലെ അത് രണ്ടും കൂടെ മുക്കും പിന്നെ അത് രണ്ടും കൂടെ മുക്കമ്മേ ഏത് മുക്കും ഈ മുക്കത്ത് പോയിട്ടുണ്ടോ Dame.